ഹിന്ദുക്കളുടെ അംഗസംഖ്യ ക്രമാതീതമായി കുറയുമ്പോൾ ന്യൂനപക്ഷം ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു. ഹിന്ദുക്കൾ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ മുന്നോട്ട് വരണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ പാർലമെന്റ് ആയാലും അസംബ്ലി ആയാലും ഇവിടെയെല്ലാം നമുക്ക് അർഹതപ്പെട്ട പങ്കാളിത്തം കിട്ടണം. ഈ അർഹതപ്പെട്ട പങ്കാളിത്തം ലഭിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള പ്രാതിനിധ്യം കിട്ടണം. നമ്മൾ കുറഞ്ഞു വരുന്നു, നമ്മൾ കുറയ്ക്കരുത് എന്നാണ് എൻ്റെ അപേക്ഷ. ഇപ്പൊ നമുക്ക് ഒരു സുഖം തോന്നി, ഒന്നും ഇല്ലെങ്കിലും ഇപ്പൊ എന്താണ് എന്ന് ചിന്തയിലേക്ക് എത്തിയപ്പോൾ മറ്റുള്ളവർ പ്രൊഡക്ഷൻ കൂട്ടി, നമ്മൾ പ്രൊഡക്ഷൻ കുറച്ച് നമ്മൾ കിടക്കുന്നു. അപ്പൊ നമുക്ക് വോട്ടില്ല, ആളില്ല. ഇത്രയും കൊല്ലം കൊണ്ട് ശതമാനം എത്രയാണ് പോയത്? 10 കൊല്ലം കൊണ്ട് 10% താന്നപ്പോൾ ജനസംഖ്യ എന്തുമാത്രം പറഞ്ഞു. സമത്വ മുന്നേറ്റ യാത്രയുടെ പ്രഖ്യാപനമുണ്ടായപ്പോഴാണ് VS അച്യുതാനന്ദന് വീണ്ടും ജീവൻ വെച്ചത്. ഇപ്പോൾ ബാലിശമായ വർത്തമാനങ്ങളാണ് VS പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിവഗിരി മഠം സ്വാമിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം വെള്ളാപ്പള്ളി നടേശനാണെന്ന് പറയുന്ന VS എന്തുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലെന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു. സ്വാമിജിയെ കൊന്നു, ആര് കൊന്നു? മുഖമറയെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ മുഖമറ സൃഷ്ടിച്ച ഈ അച്യുതാനന്ദൻ അദ്ദേഹം തന്നെ പറയട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത് 13 കൊല്ലം കഴിഞ്ഞു ജനസമിതിയായിട്ട് സ്വാമിജി. അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എന്തുകൊണ്ട് അന്വേഷിക്കാറുണ്ടല്ലോ? 13 കൊല്ലം കഴിയുകയും നമ്മുടെ സമത്വ മുന്നേറ്റ യാത്ര തുടങ്ങാൻ തീരുമാനം എടുക്കുകയും ചെയ്തപ്പോൾ ചിക്കിച്ചേഞ്ഞ് പലതും കൊണ്ടുവന്ന് ഇതിനെ തകർക്കുവാൻ വേണ്ടി പല രൂപത്തിലും ഭാവത്തിലുമായി പല ആരോപണങ്ങളുമായി മുമ്പോട്ട് വരുമ്പോൾ ഇതിന്റെ പിന്നിലെ ശക്തി എന്തെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. ഭൂരിപക്ഷ സമുദായം സംഘടിച്ചുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെന്നും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും കണ്ടുപഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അവർ സംഘടിതരായി നിന്ന് ഇപ്പൊ 20 പടക്കുതിരയായി കേരളത്തിലെ നമ്മുടെ അസംബ്ലിയിലേക്ക് വന്ന് അവരാണ് ഭരിക്കുന്നത്, ആരെങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അജയ്യ ശക്തിയായി ഇന്ന് മുസ്ലിം ലീഗ് വളർന്നു എങ്കിൽ അത് അവരുടെ കൂട്ടായ്മ. ഇത് നാം കണ്ടുപിടിക്കണം, ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ആരുതാണ്? അതിന്റെ ജനകീയ അടിത്തറ ഒരൊറ്റ സമുദായമാണ്. ആ കേരള കോൺഗ്രസ് വളരും തോറും എന്ന് പറഞ്ഞ് എത്ര കേരള കോൺഗ്രസ്? 7 കേരള കോൺഗ്രസ് ഉണ്ട്. ആ 7 കേരള കോൺഗ്രസ് ഉണ്ടായിട്ട് പോലും ആർക്കും ഒരു തർക്കമില്ല. ആ ഓരോ കേരള കോൺഗ്രസും വളരുമ്പോൾ നമ്മുടെ ഹൃദയമാണ് പിളരണത്. കാരണം അവർക്കെല്ലാം ഓരോരുത്തർക്കും മന്ത്രിയാണ്, അവർക്കെല്ലാം MLA ആണ്. അവർ ഇടതോട്ടം പോട്ടും വലതോട്ടം പോയി എങ്ങനെ വന്നാലും എങ്ങനെ കളിച്ചാലും പകിട 12 അവരുടെ മന്ത്രി ഉറപ്പ്, ഏത് ഇടതിലായാലും വലതിലായാലും. ചടങ്ങിൽ അക്കീരമൻ കാളിദാസ് അധ്യക്ഷത വഹിച്ചു. പേജാവറ മഠാധിപതി വിശ്വേശ്വര തീർത്ഥ അനുഗ്രഹീത പ്രഭാഷണം നടത്തി. തുഷാർ വെള്ളാപ്പള്ളി, അരയക്കണ്ടി സന്തോഷ് തുടങ്ങിയവരും സംസാരിച്ചു.